അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 54-ാം അധ്യായം സൂറത്തു ഖമറിലെ 2-ാമത്തെ വചനമാണ്. ചന്ദ്രൻ പിളർന്ന ദൃഷ്ടാന്തത്തെക്കുറിച്ചാണല്ലോ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ഈ ആയത്ത് ആദ്യ ആയത്തിലെ കാര്യത്തിന്റെ തുടർച്ചയാണ്. ഈ ആയത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ അവർ അവഗണിച്ച് തിരിഞ്ഞു കളയും. മുശ്രിക്കുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ വല്ല ദൃഷ്ടാന്തങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവരതിനെ അവഗണിച്ചിട്ട് തിരിഞ്ഞു കളയും. ഒരു കാര്യം അതാണ്, നമ്മൾ ഈ ഒരു ആയത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് അതാണ്. അതുപോലെ തന്നെ അവർ പറയുകയും ചെയ്യും. അവർ അവഗണിക്കുക മാത്രമല്ല, അതിനുശേഷം അവർ പറയും ചെയ്യും, നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യയാണ് എന്ന്. ചന്ദ്രൻ പിളർന്ന സംഭവം അതൊരു ജാലവിദ്യയാണ് എന്ന് അവർ പറയുകയും ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് 2-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കുന്നത്. വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ അവർ അവഗണിച്ച് തിരിഞ്ഞു കളയും, അവർ പറയുകയും ചെയ്യും, നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യയാണ് എന്ന്. ഈ ഒരു ചന്ദ്രൻ പിളർന്ന സംഭവം മുശ്രിക്കുകൾ അവരുടെ കണ്ണിൽ കാണുകയാണ്. എന്നിട്ട് പോലും അവർക്ക് സത്യവിശ്വാസം സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അത് ജാലവിദ്യയാണെന്ന് വിധി കൽപ്പിച്ച് ഒഴിഞ്ഞു മാറുന്ന അവരുടെ ആ പഴയ പതിവ് ഇവിടെയും ആവർത്തിക്കുകയാണ് അവർ ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട് അവർ. പക്ഷെ അവർ ആ സമയത്തൊക്കെ അതിൽ നിന്ന് ജാലവിദ്യയാണത് എന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്. 2-ാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ആദ്യ ഭാഗം നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യറൗ ആയതൻ യുഅ്രിദൂ, അഥവാ വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ അവർ അവഗണിച്ച് തിരിഞ്ഞുകളയും. വഇൻ യറൗ ആയതൻ യുഅ്രിദൂ, 3 തവണ ഇത് ആവർത്തിക്കുക. അർത്ഥവും ആയത്തിന്റെ ഭാഗവും ആവർത്തിക്കുക. കാര്യം മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ഭാഗത്തിലേക്ക് കടക്കുക. അപ്പൊ ഇതിൽ വഇൻ യറൗ ആയതൻ, വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ, യുഅ്രിദൂ, അവർ തിരിഞ്ഞുകളയും. വഇൻ യറൗ ആയതൻ യുഅ്രിദൂ, വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ അവർ തിരിഞ്ഞുകളയും. നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവുക. റിപ്പീറ്റ് ചെയ്ത് 3 തവണ മിനിമം റിപ്പീറ്റ് ചെയ്ത് ഇത് കാര്യം മനസ്സിലാക്കുക. ഇനി 2-ാമത്തെ ഭാഗം നമുക്ക് നോക്കാം. 2-ാമത്തെ ഭാഗത്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വയഖൂലു സിഹ്റും മുസ്തമിർ, വയഖൂലു സിഹ്റും മുസ്തമിർ, അവർ പറയുകയും ചെയ്യും. വയഖൂലു, അവർ പറയുകയും ചെയ്യും. സിഹ്റും മുസ്തമിർ, നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യയാണ് എന്ന്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വയഖൂലു സിഹ്റും മുസ്തമിർ, അവർ പറയുകയും ചെയ്യും, നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യയാണ് എന്ന്. ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു വാക്കിന്റെ ഈ ഒരു സെന്റൻസ് ആയിട്ട് അതിന്റെ മീനിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിനുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. 2 ഭാഗങ്ങളാണ് ഇതിലുള്ളൂ. 55 ആയത്തുകളുള്ള ഈ സൂറത്തിലെ 2-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. 2 ഭാഗങ്ങളും അതിന്റെ അർത്ഥവും പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓതുക, വായിക്കുക, മനസ്സിലാക്കുക. അതിനുശേഷം ഈ ആയത്തിന്റെ മുഴുവൻ അർത്ഥം നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യറൗ ആയതൻ യുഅ്രിദൂ വയഖൂലു സിഹ്റും മുസ്തമിർ, വല്ല ദൃഷ്ടാന്തവും കാണുന്നതായാൽ അവർ അവഗണിച്ച് തിരിഞ്ഞുകളയും, അവർ പറയുകയും ചെയ്യും, നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജാലവിദ്യയാണ് എന്ന്. ഈ ആയത്തും അതിന്റെ അർത്ഥവും ഏറ്റവും കുറഞ്ഞത് 10 തവണയെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വഇൻ യറൗ ആയതൻ യുഅ്രിദൂ എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിന്റെ കൂടെ വരുന്നത് വയഖൂലു സിഹ്റും മുസ്തമിർ. അപ്പോൾ അത് നിങ്ങൾ ഒരുമിച്ച് 10 തവണ ഓതി
അതിനുശേഷം മിനിമം 10 തവണ ഓതിയതിനു ശേഷം അടുത്ത ഭാഗം കേൾക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇന്നത്തെ ടാസ്കുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആയത്ത് മാത്രമാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാസ്ക് ആണ്. അപ്പോൾ ഗ്രൂപ്പിലേക്ക് ചെയ്യേണ്ട ടാസ്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അത് ജാലവിദ്യയാണെന്ന് വിധി കൽപ്പിച്ച് ഒഴിഞ്ഞു മാറുന്നത് മുശ്രിക്കുകളുടെ പതിവാണ് എന്ന് സൂറത്തു ഖമർ 2-ാം വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്തിടുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അതൊരു എഴുതുകയും ചെയ്യും, നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്യും, പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മളത് മനസ്സിൽ പതിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അഡ്മിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 54:2 അത് രണ്ടാമത്തെ ആയത്താണ് ക്ലാസ് അറ്റൻഡഡ്. അതുപോലെ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ ഹൃദയസ്ഥമാക്കി എന്നുള്ള ടെക്സ്റ്റ്, അതുപോലെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റും നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് അഡ്മിൻ അയച്ചു തരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു ടെക്സ്റ്റുകൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ.